ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതിൻ്റേതായൊരു ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, ത്രോട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ട്രംപ് നമ്മുടെ ഫാർമ സെക്ടറിലത്തേക്ക് 100% ടാരിഫ് എന്നുള്ളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. എങ്ങനെ മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്യും എന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഓൾറെഡി നമ്മൾ വീക്ക്, അതിൻ്റെ കൂടെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, പഴഞ്ചൊല്ല് പറയുന്നില്ല, അതേ അവസ്ഥ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു വലിയൊരു പ്രശ്നം എന്നുള്ള അവസ്ഥ. പക്ഷെ നമ്മൾ എക്സിറ്റ് പലയിടത്തും ഇങ്ങനെ പകുതി എക്സിറ്റ് അടിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യത്തില്ല. എങ്കിലും അതങ്ങനല്ല. ഒരു സ്വിംഗ് ട്രേഡിങ് മാത്രം അറിയുന്ന ഒരു വ്യക്തിക്കെന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഒട്ടും സപ്പോർട്ട്, ആക്ച്വലി ട്രംപ് നിൽക്കുന്ന കാലത്തോളം അത് അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതിനകത്ത് നമുക്കൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ ക്യാപിറ്റലിൻ്റെ 75% മുകളിൽ ഒരിക്കലും എനിക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് ട്രംപ്. അതങ്ങനെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിൻ്റെ മേളിൽ നമുക്ക് ഒരു ചെറിയൊരു പേടിയും വേണം, അതിൻ്റെ മേളിൽ കൺട്രോളും വേണം. ബിക്കോസ് നമ്മളല്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, നമുക്ക് മേളിൽ പവേഴ്സ് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പെൻഡ് ഓൺ ദാറ്റ് പവർ ഓൾസോ. സോ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എടുക്കുന്ന ഡിസിഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. എൻ്റെ ഡിസിഷൻ ഇങ്ങനെയാണ്. ചിലരിങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ എങ്ങനെയാണോ അത് എൻ്റെ മാത്രം ഡിസിഷനാണ്. നിങ്ങൾക്ക് എന്ത് കംഫർട്ടബിൾ ആണോ അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കംഫർട്ടബിലിറ്റിയിൽ ഞാൻ എടുത്ത ഡിസിഷൻ ഇന്നും ശരി തന്നെയാണ്. സോ എനിക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ട്രംപ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും എന്നെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്ത് ഇതിനെ ഞാൻ എങ്ങനെ വേറൊരു രീതിക്ക് ടാക്കിൾ ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണോ എൻ്റെ കയ്യിൽ ഫണ്ട് ഇരിക്കുന്ന ആ ഫണ്ട്, ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് ഞാൻ സ്റ്റോക്കിനകത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് ഫ്രീ മണി എൻ്റെ കയ്യിലുണ്ടാവും. അടുത്തത് ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് എൻ്റെ സ്റ്റോക്ക് ഒരു 1% ഡൗൺ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ അന്നത്തെ ദിവസം 5% ഓഫ് ദാറ്റ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആ ലോസ് ഉണ്ടാക്കിയത് 1% ആണ് എന്നുണ്ടെങ്കിൽ 5%ൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും ഓപ്ഷൻസിനകത്ത് ചിലപ്പോൾ എടുത്തിരിക്കുക. സോ ഞാൻ അതിൻ്റെ 1% എടുത്ത് എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. ആ സ്റ്റോക്കിൽ ഫില്ലായിപ്പോയി, ആ സ്റ്റോക്കിൻ്റെ ലോസിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ഫണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളത് ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് 90% ട്രേഡേഴ്സ് ലൂസ് മണി എന്ന് പറയുന്നതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്. അത് പറഞ്ഞു തരാം. പിന്നീട് ഒരു ദിവസം ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ബാക്കിലെ സ്റ്റോറി എന്ന് പറയുന്നത്, ഫുൾ ക്യാപിറ്റൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതിനൊരു എയിം ഇല്ലാതെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഓഡിയോ വരാം. ജസ്റ്റ് ഒരു ഐഡിയ തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് വരച്ചിരുന്ന ചാർട്ടാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിലൊന്നും എക്സ്ട്രാ ഇടാറില്ല. ഓക്കെ, ഇന്നലത്തെ ചാർട്ടിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. അല്ല, ഇത് 5 മിനിറ്റ് ആണ്. നമ്മൾ സാധാരണ 1 hour ഓർഡർ അതിന് താഴത്തെ നമ്പേഴ്സാണ് ഇടാറുള്ളത്. ഓക്കെ, 15 മിനിറ്റ്, 30 മിനിറ്റ് ഓർ 1 hour ആണ് ഞാൻ ഇടാറുള്ളത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം മാർക്കറ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഈ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ ഇന്ന് വീണ്ടും സംഭവിച്ചു. അതായത് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ട്രെൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സിമ്പിളായിട്ടുള്ള ഉത്തരം. അപ്പോൾ പി എടുക്കുന്ന ഒരാൾക്ക് ലാഭം കിട്ടാനുള്ള സാധ്യത നമ്മൾ ലാസ്റ്റ് ദിവസവും പറഞ്ഞു. ഇംതിയാസ് ആരോ ഗ്രൂപ്പിനുള്ളിൽ ചോദിച്ചിരുന്നു, പി ചാൻസ് തന്നെയല്ലേ എന്ന്. പാറ്റേൺ കണ്ടിട്ട് പിയുടെ സിറ്റുവേഷൻ തന്നെയാണ്. മാർക്കറ്റിൻ്റെ മെയിൻ സപ്പോർട്ട് 25,000 ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ ഒരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ പോലത്തെ ഒരു പാറ്റേൺ നിൽക്കുന്നു.
ഒബ്വിയസ്ലി നമ്മുടെ ഡയറക്ഷൻ ആ ഒരു ഡയറക്ഷനിലായിരിക്കും. പക്ഷേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് ഇല്ലെങ്കിൽ മാന്യമായിട്ടുള്ളൊരു ക്ലോസിങ് വേണം. ഇത് ഇന്നലെ ഉണ്ടാവും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു വലിയൊരു ലോങ് ലെഗ്ഡ് ഡോജി വന്നു. പക്ഷേ അതിൻ്റെ ബോഡി ഉണ്ട് താഴെയാണ്. താഴെ നിന്നും അടുത്ത് വീണ്ടും ഒരു ഇൻഡിസിഷൻ പ്യുവർ ഡോജി വന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ട്രേഡ് ചെയ്ത ഒരു വ്യക്തിക്ക് നല്ല ലാഭം ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മോർണിംഗ് സെഷനിൽ ഇത് ആദ്യത്തെ ക്യാൻഡിൽ ഇതിങ്ങനെ കയറുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. അവിടെ ഞാൻ ട്രേഡ് എടുത്തു. പിന്നീട് താഴേക്ക് വന്നപ്പോൾ ട്രേഡ് എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർമ്മിക്കുന്നില്ല. എന്നാലും അത്യാവശ്യം 2 ട്രേഡ് എടുത്തു. 2 ട്രേഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എണീറ്റ് പോകുന്നത്. എനിക്ക് മാന്യമായിട്ടുള്ള ലാഭം. ഞാൻ യൂട്യൂബിലുള്ള വേറൊരാളുടെ P&L വെച്ച് സ്വന്തമായിട്ട് കമ്പയർ ചെയ്യാറില്ല. എൻ്റെ ഒരു ദിവസത്തെ നീഡ് പോയിട്ട് അതിൽ നിന്നും ഒരു 2000 റുപ്പീസ് എങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഗുഡാണ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. P&L കമ്പയർ ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഇത്ര 1000 രൂപ ലാഭം കിട്ടിയാലേ ഞാൻ സക്സസ്ഫുൾ ആവൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ P&L കണ്ടിട്ട് അത്രയും എനിക്കൊരു ദിവസം കിട്ടണം, ആ മാർക്കറ്റ് എന്താണോ അന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, അന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് കിട്ടുമ്പോൾ എണീറ്റ് പോവുക എന്നുള്ളത് തന്നെയാണ്. ഹോൾ ഡേ ട്രേഡ് ചെയ്യുന്ന 99% ട്രേഡേഴ്സും ലാഭം എടുക്കാറില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ലാഭം എടുക്കുന്ന ഈ 10% ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവർ കുറച്ച് സമയം മാർക്കറ്റിനകത്ത് നിൽക്കുന്നുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഫൈൻ. ഒരുപാട് ഡേറ്റ ഇന്ന് പറയുന്നുണ്ട്. ഫൈൻ, അത് പിന്നീട് സംസാരിക്കാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ആരാണോ അവിടെ ട്രേഡ് ചെയ്തത് 960 താഴെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അടുത്ത ടാർഗറ്റ് എന്തായിരുന്നു? ഞാൻ അവിടെ എന്നും പറയാറുണ്ട് 880 800. 880 ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി അത് 880 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോ നമുക്കിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. ലോ 24,878, അതായത് 880ക്ക് 1.5 പോയിന്റ് താഴെയാണ്. അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് പറയുക. ഓരോ ദിവസവും അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇന്ന് അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി നമ്മൾ ഓപ്പൺ ചെയ്യുക കുറച്ചുകൂടെ ലോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നമ്മുടെ മാർക്കറ്റ് ഏറ്റവും നല്ല സപ്പോർട്ട് ഇന്ന് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. 24,800 ആണ് ഏറ്റവും നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിക്കലി മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ് 25,000 എന്ന് പറയുന്നത്. അതായത് 25,000 ബ്രേക്ക് ചെയ്തല്ലോ എന്നുള്ള ഞാൻ ഇന്ന് തമ്മിൽ എഴുതിയപ്പോൾ പോലും 25,000 ഹൈലൈറ്റ് ചെയ്തത്. 24,800 ആണ് റിയൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ പേർക്കും അത് മനസ്സിൽ ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. സോ 25,000 ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ റിയൽ സൈക്കോളജി. 24,800 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്കറ്റ് പിടിച്ച് നിൽക്കേണ്ട ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയ്ക്ക് അടുത്തായിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിയലി മാർക്കറ്റ് ഇത് ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക മിക്കവാറും ഈ ഒരു ലെവലിലായിരിക്കും, 820 840 റേഞ്ചിലായിരിക്കും. വെയിറ്റ് ചെയ്യുക, എന്താണോ ഡയറക്ഷൻ ക്ലിയർ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ മാത്രം പോവുക. വെള്ളിയാഴ്ചയാണ്, ഒരുപാട് ട്രേഡ് എടുക്കരുത്. ഒരുപാട് ലാഭത്തിന് വേണ്ടി ഒരുപാട് നഷ്ടത്തിന് വേണ്ടിയിട്ടോ ക്യാരി ഫോർവേഡിങ്ങോ ചെയ്യുകയേ ചെയ്യരുത്. ബിക്കോസ് ട്രംപ് എന്തെങ്കിലും ഒരു H1B അതങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ചെയ്യും. ഈ ടാരിഫ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ചെയ്യും. സോ അതിനെക്കുറിച്ച് ആലോചിക്കരുത്, ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ക്രൂഡ് ഓയിൽ ഇന്നലെ ആദ്യം ഒരു താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ ആക്ച്വലി ഒരു എന്താണ് നമ്മുടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ആയിരുന്നു. ഫ്ലാഗ് പാറ്റേണിൽ വീക്കായപ്പോൾ ഈ ഫ്ലാഗിൻ്റെ ടോപ്പ് തൊട്ട് ഈ ഫ്ലാഗിൻ്റെ ബോട്ടം വരെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ചെയ്തതിനു ശേഷം സിംഗിൾ ക്യാൻഡിൽ തിരിച്ച് കയറിപ്പോയി. ബിക്കോസ് ഇതിൻ്റെ ട്രെൻഡ് എന്താണ്? ഇതൊരു ഫ്ലാഗാണ്, ബുള്ളിഷ് ഫ്ലാഗാണ്. അപ്പോൾ ബുള്ളിഷ് ഫ്ലാഗിനകത്ത് ഒരു സ്കാൽപ്പിംഗ്, ഇത് സ്കാൽപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. തിരിച്ച് കയറി പോകുന്ന സമയത്തൊന്നും ഞാൻ മാർക്കറ്റിനകത്ത് ഇല്ല, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കേണ്ടതാണ്. ഇവിടെ തന്നെ ഓൾറെഡി 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡ് ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ട്രേഡ് വീണ്ടും കയറിയിട്ടുണ്ട്. സോ ഗ്രൂപ്പിനകത്ത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക. അവർ പറയുന്നതിനനുസരിച്ച് ട്രേഡ് എടുക്കരുത്. അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാർട്ടിൽ കൊണ്ടുവന്ന് ഇടുക, എന്നിട്ട് നിങ്ങളുടേതായ അനാലിസിസിലൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഫ്ലാഗിൻ്റെ ബ്രേക്ക്ഔട്ടിൽ ഇവിടെ ഒരു ചെറിയൊരു ട്രേഡ് നിങ്ങൾക്ക് വന്നിരിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൽ ഇവിടെ നിന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് മൊമെൻറ്റം കിട്ടിയിരിക്കാം. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ. ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടെ അടുത്ത് പറയാനുണ്ട്. ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനും അടുത്ത മൊമെൻറ്റം എന്ന് പറയുന്നത് 5,800 വരെയാണ്. 5,800 ശേഷം വീണ്ടും ഒരു മൊമെൻറ്റം കാണാനുള്ള നല്ലൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് കൂടെ നമുക്ക് എടുത്തിട്ട് പോകാം. ആ സ്റ്റോക്ക് പെർസിസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, പെർസിസ്റ്റൻ്റ്. ഓക്കെ.
അപ്പോൾ ഇത് പെർസിസ്റ്റൻറ്റിൻ്റെ ചാർട്ടാണ്. പെർസിസ്റ്റൻറ്റിൻ്റെ ചാർട്ടിൽ ഒരു സെക്കൻഡ് കൂടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ. എൻട്രി വാസ് 5192. ഓക്കെ, 5192 5192. ഓക്കെ 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 ഇതാണ് മാർക്ക് പെർസിസ്റ്റൻ്റ് സ്റ്റോക്കിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പെർസിസ്റ്റൻ്റ് സ്റ്റോക്ക് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇതിനെ എലിമിനേറ്റ് ചെയ്യുക. 1 2 3 പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡറിൽ നിന്ന് മാർക്കറ്റും താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ അടുത്തേക്ക് വരുവാണ്. സോ SL കീപ്പ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെ ആയിരിക്കും. അത് എത്ര പ്രൈസ് എന്നുള്ളത് അവിടെ വിഷയമല്ല. നമ്മൾ വയ്ക്കേണ്ട SL ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ ഈ ഒരു ഏരിയയ്ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ പാർഷ്യലി എക്സിറ്റ് ചെയ്ത് പൊക്കോളുക. പകുതി ക്വാണ്ടിറ്റി ഒഴിവാക്കിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് വീഴുന്നു പോവുകയാണെങ്കിൽ അത് വിട്ടേക്കുക. ഇതിൽ ആക്ച്വലി എൻട്രി എടുക്കേണ്ട സമയം എത്തിയിട്ടില്ലായിരുന്നു. എനിക്കറിയില്ല 5192 എങ്ങനെ എൻട്രി എടുത്തു എന്നുള്ളത്. ഇതിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതിൽ എവിടെയെങ്കിലും ബ്രേക്ക്ഔട്ടിലാണ് എടുത്തതെങ്കിൽ, ഇവിടെ എവിടെയെങ്കിലും ഇത് ബ്രേക്ക്ഔട്ടിലാണ് എടുത്തതെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ, എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5400 പോയിരിക്കും. ഓക്കെ, ലോയിൽ എടുത്തതായിരിക്കാം എങ്കിൽ SL ആയിട്ടില്ല. സ്റ്റോക്ക് നല്ലത് തന്നെയാണ്, സപ്പോർട്ടിൻ്റെ മേളിൽ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത്, ഒരു പ്രശ്നമില്ല. പക്ഷെ മാർക്കറ്റ് നെഗറ്റീവ് ആകുന്നുണ്ട്, IT സെക്ടർ നെഗറ്റീവ് ആകുന്നുണ്ട്. ഇവിടെ ഇതിൽ നല്ലൊരു വോളിയം ഒന്നും കാണുന്നില്ല. സോ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. പേഴ്സണലി എന്നോട് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. നല്ല ഒരു മാർക്കറ്റ് തന്നെയാണ്. സോ നല്ല ട്രേഡ്സ് കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.